നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഏറ്റവും കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബിരിയാണിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ചപ്പോൾ കുറച്ച് പെരിഞ്ജീരകം, പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ അത് നന്നായി വെട്ടി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലേക്ക് ചെറുനാരങ്ങ, ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് 3/4 ടീസ്പൂണൊക്കെ നെയ്യും അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇത്രയും സാധനങ്ങൾ ചേർത്ത് തിളച്ച് നല്ല മിക്സ് ആയിരുന്നതിലേക്ക് നമ്മൾ അരി കഴുകിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഈ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അങ്ങനത്തെ കണക്കൊക്കെ എനിക്ക് പല അരിക്കും പല തരമായതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇതുപോലെ ഇങ്ങനെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് അരി കഴുകി ഇട്ട് കൊടുക്കുകയാണ് പതിവ്. എന്നിട്ട് നമ്മളത് ഇങ്ങനെ അരി ഊറ്റണ പോലെ കുമ്പെടുത്തി വെക്കുകയോ അതുപോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ അരിപ്പയിലേക്ക് കമത്തി കൊട്ടോ എന്തെങ്കിലുമാണ് ചെയ്യുക. ഈ അരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് വേവാൻ നിൽക്കരുത്. അതായത് അരിയുടെ പരുവത്തുനിന്ന് വിട്ടിട്ട് ഒന്ന് കൈകൊണ്ട് ഞെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കട്ടാവണം, അത്ര മതി. കംപ്ലീറ്റ് ചോറിൻ്റെ പരുവത്തിലേക്ക് ആവരുത്. അതിന് മുമ്പേ തന്നെ നമ്മൾ പെട്ടെന്നത് വാർത്ത് വയ്ക്കുക കേട്ടോ. അതിന് മസാല തയ്യാറാക്കാൻ വേണ്ടി നമുക്കൊരു വലിയ പീസ് ഇഞ്ചി, അതുപോലെ തന്നെ ഒരു വലിയ കുടം വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇത്രയും ചേർത്ത് നമ്മൾ നല്ല ഇടിച്ചൊരു പേസ്റ്റ് തയ്യാറാക്കണം. ഇത് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കിയാലും മതി. ഇത് പക്ഷേ എൻ്റെ കയ്യിൽ കുറച്ച് അളവായതുകൊണ്ട് തന്നെ ഞാൻ ഇടികല്ലിലിട്ട് ഇടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ബിരിയാണി റൈസിലേക്കും മിക്സ് ചെയ്യാനും അതുപോലെ തന്നെ ആ ചിക്കനിലേക്കും ആവശ്യമുള്ള രണ്ടിനും കൂടിയിട്ടുള്ളതാണ് ഞാൻ ഇപ്പോൾ പേസ്റ്റ് ഉണ്ടാക്കുന്നത്. ഈ ഒരു പേസ്റ്റിൻ്റെ മണം മാത്രം മതി നമ്മൾക്ക് ബിരിയാണിയുടെ റൈസ് അടിപൊളി ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. നമുക്ക് വേറെ എസൻസ് കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കാനുള്ള എൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് തന്നെ ഒരു വലിയ ലിസ്റ്റായിരിക്കും. പക്ഷേ ഇത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് അതും വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഗോൾഡ് വിന്നർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് നെയ്യും. ഇത് രണ്ടും നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ ഇടിച്ച് മിക്സ് ആക്കി വെച്ചിരിക്കുന്ന പേസ്റ്റിൻ്റെ പകുതി എടുത്തിട്ട് ഇതിലിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് റൈസ് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ റൈസിന് ഒരു പ്രത്യേക സ്മെല്ലാണിത്. ഇപ്പം ഇങ്ങനെ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് ജസ്റ്റ് ഇതിൻ്റെ കളറ് മാറി പച്ചമണം മാറി അങ്ങനെ വരണം കേട്ടോ. അപ്പോൾ അതും ഈ ചോറും കൂടി അങ്ങ് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത് ബിരിയാണിക്ക്. ഞാനിത് കംപ്ലീറ്റ്ലി മൺചട്ടിയിലാണ് പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ വിറകടുപ്പിൽ കൂടി ചെയ്തെങ്കിൽ ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒന്ന് കളർ മാറി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സവോള സ്ലൈസ് ചെയ്തത് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വഴറ്റി അതിലേക്ക് പെരുംജീരകം, ചെറിയ ജീരകം, ഇത് രണ്ടും മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളത് വെച്ച് ഞാനത് പൊടിച്ചിട്ട് കൊടുത്തു. ഒരു 1/2 കിലോ ചിക്കനാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം അത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഫുള്ള് മുളക് പൊടിയും, അതുപോലെ തന്നെ 1 ടീസ്പൂണ്, ഒരു വലിയ ടീസ്പൂൺ കേട്ടോ മല്ലിപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും, കുറച്ച് നേരത്തെ നമ്മൾ ഇടിച്ചു വെച്ച ആ പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ബാക്കി നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ആ ചെറുനാരങ്ങ ഉണ്ടല്ലോ അതിൻ്റെ ബാക്കിയും കൂടി ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുനാരങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടി തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്താലും അടിപൊളിയാണ്. ഞാനിപ്പോൾ ചെറുനാരങ്ങ നീരാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പുറത്തിവിടെ വഴറ്റണ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് വഴറ്റി കൊടുക്കുക. അതുപോലെ ഈ മസാല ചേർത്തിട്ടുള്ള ഈ ഐറ്റംസൊക്കെ ഈ ചെറുനാരങ്ങ നീരിൻ്റെ ആ നനവും അതൊക്കെ കൂടി നന്നായിട്ടൊന്ന് പുരട്ടി മിക്സാക്കി ആ മസാലയൊന്ന് പിടിക്കാനായിട്ട് ഒന്ന് പുരട്ടി മിക്സാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ ആ പേസ്റ്റ് ചതച്ചിട്ടില്ലേ അത്രയും സാധനങ്ങളാണ് ഇതിൽ ചേർത്തിട്ടുള്ളൂ. വേറെ നമ്മൾ എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇവിടെ നമ്മുടെ സവോളയൊക്കെ അത്യാവശ്യം കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ആ ചോറ് കുമ്പെടുത്തി വെച്ചത് ഒന്ന് നിവർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് കുലുക്കിയൊക്കെ കുലുക്കുമ്പോൾ അതിലെ ഉണ്ടയുള്ളതൊക്കെ ഒന്ന് സ്പ്ലിറ്റായി കിട്ടും. പിന്നെ നമ്മളൊരു 3/4 വേവിലെടുത്തതെന്നുള്ളതുകൊണ്ട് തന്നെ ഒന്നിനോട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ
നല്ല ഉലർന്നിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാൻ കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ആ ചിക്കൻ്റെ പീസുകൾ ജസ്റ്റ് നമ്മളൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതും നമ്മളൊരു മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. ആ വറുത്തെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് അങ്ങനെ വറുത്ത് അതിൻ്റെ പുറം ഭാഗമൊക്കെ ഭയങ്കര ടൈറ്റ് ആക്കാൻ പാടില്ല. ജസ്റ്റ് ആ പുറമേയൊക്കെ ഒന്ന് മൊരിയണം, അകത്തൊക്കെ ഒന്ന് ഹാഫായിട്ട് കുക്കാവണം, അത്രയും ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്കത് കോരി മാറ്റാം. പിന്നെ 2 ബാച്ചായിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. അത് എപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് എണ്ണയും കുറച്ച് മതി, അതുപോലെ തന്നെ അളവും നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ 2 ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതാ കണ്ടോ, ഇതിലേക്ക് ഇനിയൊന്ന് നമ്മൾ എല്ലാതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ആ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഗ്രേവിയും അതിലേക്ക് ഒരു സവോള അരിഞ്ഞു വെച്ചത് കേട്ടോ. നമ്മളങ്ങനെ ഒരുപാട് സവോളയൊന്നും അതിൽ മൂപ്പിച്ചിടുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും സിമ്പിൾ, ഏറ്റവും കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല അടിപൊളി ഔട്ട്പുട്ട് കിട്ടുന്ന ടൈപ്പ് ബിരിയാണിയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇത്രയും സവോള നമ്മളിതിനൊരു ഗാർണിഷിങ്ങിനായിട്ട് ചെയ്യുന്നുള്ളൂ. വേറെ മല്ലിയിലോ പുതിനയിലോ ഒന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. പക്ഷെ അതൊന്നുമില്ലെങ്കിൽ കൂടി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് തീ വളരെ കുറച്ചിട്ടിട്ടാണ്, അതായത് ഫുൾ കുക്ക് ആയിട്ടില്ല. ഇനി നമ്മളിത് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറമേ ഒന്ന് മൊരിഞ്ഞ് കിട്ടുക, അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് കുറച്ച് വെള്ളമൊഴിച്ച് വേവിക്കുമ്പോൾ ഇത് ഒട്ടും ഉടഞ്ഞു പോകുന്നില്ല, ടേസ്റ്റിനും ഒരു കുറവും വരില്ല കേട്ടോ. അപ്പോൾ ആ ബാക്കിയുള്ള എണ്ണയിലേക്ക് വീണ്ടും ബാക്കിയുള്ള പീസും കൂടി ഞാൻ ഇട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ചട്ടി കഴുകി എടുത്തിട്ട് വീണ്ടും അതിൽ കുറച്ച് ഒരു സവോള തന്നെ, അതുപോലെ തന്നെ ഒരു പകുതി തക്കാളി, ഇത്രയും ചേർത്തിട്ട് നമ്മൾ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ചിക്കൻ ഫുള്ള് കുക്കായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പേസ്റ്റ്, ഒരു ഗ്രേവി ഉണ്ടാക്കി അതിലിട്ടിട്ടാണ് നമ്മൾ ചിക്കൻ്റെ ഫിനിഷിംഗ് ആയിട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ സവോള നമ്മൾ നന്നായി വാട്ടിയെടുക്കുക. കുറേ അധികം തീയൊന്നും കൂട്ടിയിടേണ്ട ആവശ്യമില്ല, മീഡിയം തീയിലിട്ട് വറുത്തെടുക്കാം. അതൊരുവിധം ഒന്ന് വഴണ്ടി കഴിഞ്ഞാൽ നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള ആ പീസുകളുണ്ടല്ലോ, വറുത്ത് വെച്ചിട്ടുള്ള ആ പീസുകളൊക്കെ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കുക്കായിട്ടില്ല, അത്യാവശ്യം നേരം, കുറച്ച് നേരം കൂടിയും അടച്ചിട്ടാലേ ഇത് കുക്കാവുള്ളൂ. അപ്പോൾ നമുക്കതങ്ങ് അടച്ച് വെച്ച് അത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ അത്യാവശ്യം മൂടിയിട്ട് അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഞാൻ അതിൽ നിന്ന് കുറച്ച് പീസുകൾ എടുത്ത് ഈ റൈസിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം അതിൻ്റെ ആ ഒരു സ്മെല്ലും ഫ്ലേവറും മസാലയുടെ മണവും ചിക്കൻ്റെ ആ ഒരു ഗ്രേവിയുടെ കളറും എല്ലാം കൂടി ഈ റൈസിലേക്കും കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതിൽ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റ് ചെറിയ തീയിൽ ഇട്ടിട്ട് നമ്മൾ അടച്ച് കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞ് തുറക്കുമ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ ഒരല്പം കൂടി നെയ്യൊന്ന് ടോപ്പിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇത് അടച്ചു വെച്ച് കുറച്ച് നേരം ദമ്മ് പോലെ അങ്ങ് വെച്ച് കൊടുത്തു. അപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു കളറും ഫ്ലേവറും ഒക്കെ ചോറിലേക്ക് ഇറങ്ങി, അതുപോലെ തന്നെ ആ മൺചട്ടിയുടെ മണവും എല്ലാം കൂടി സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയുമായിട്ട് വേഗം വരുന്നവരെ എല്ലാവർക്കും ബൈ.